സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സ്നേഹഭാജനങ്ങളായ ഭാഗവത ബന്ധുക്കളെ നമസ്കരിക്കുന്നു. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 9-ാം അധ്യായത്തിൽ വർണ്ണിതമായ പ്രമേയത്തെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ സ്തുതി, കുന്തി സ്തുതി നാം ഗ്രഹിച്ചു. ഒട്ടും അപ്രധാനമല്ലാത്ത ഭീഷ്മസ്തുതിയാണ് ഈ അധ്യായത്തിലെ പ്രധാന പ്രമേയം. യുധിഷ്ഠിരായ ഭീഷ്മേണ സർവധർമ്മ നിരൂപണം കൃഷ്ണസ്തുതിശ്ച മുക്തിശ്ച നവമേധസ്യ വർണ്യതേ. ഭീഷ്മരുടെ ശ്രീകൃഷ്ണസ്തുതിയും തുടർന്ന് ധർമ്മപുത്രർക്ക് നൽകുന്ന ധർമ്മോപദേശവും, അതാണ് ഇവിടുത്തെ പ്രമേയം. സൂത ഉവാചാം ഇതി ഭീത പ്രജാദ്രോഹ സർവധർമ്മ വിവത്സയാ തതോ വിനശനം പ്രാഗാത് യത്ര ദേവവ്രതോപതത്. പ്രജാദ്രോഹാത്, ജനങ്ങൾക്ക് വരുത്തിയ ദ്രോഹം കാരണമായി. ഇതി, ഇപ്രകാരം, ഈ വിധത്തിൽ, ഭീത, ഭയം മുഴുത്ത യുധിഷ്ഠിരൻ, സർവധർമ്മ വിവത്സയ, എല്ലാ ധർമ്മങ്ങളും അറിയാനുള്ള ആഗ്രഹത്തോടെ, തഥ, അവിടെ നിന്ന്, യത്ര, യാതൊരിടത്ത്, ദേവവ്രത, ഭീഷ്മർ, അപതത്, വീണ് കിടന്നിരുന്നുവോ, വിനശനം, ആ കുരുക്ഷേത്രത്തിലേക്ക്, പ്രാഗാ, പോയി. കഴിഞ്ഞ അധ്യായത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ധർമ്മപുത്രർക്ക് താൻ ചെയ്തതൊക്കെ തെറ്റായി പോയി എന്ന് തോന്നിയെന്ന്. പക്ഷെ ഭഗവാൻ അതിന് ഒരു മറുപടിയും പറഞ്ഞില്ല. ധർമ്മപുത്രരെ ഉപദേശിക്കാൻ ഏറ്റവും യോഗ്യനായ ആൾ ഭീഷ്മരാണ് എന്ന ഭഗവാന്റെ നിഗമനം, അതിന്റെ പരിണതഫലമാണ് വീണ് കിടക്കുന്ന, ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരുടെ അടുത്തേക്ക് പാണ്ഡവരെയും കൂട്ടി ഭഗവാൻ പോയത്. തഥാ തേ ഭ്രാതര സർവേ സദശ്വേ സ്വർണഭൂഷിതേ അന്വഗച്ഛൻ രഥേർവിപ്രാ വ്യാസ ധൗമ്യാദയസ്തഥാ. വിപ്രാഹ, ഹേ ബ്രാഹ്മണരെ, തഥാ, അപ്പോൾ, തേ സർവേ, ആ എല്ലാ, ഭ്രാതര, സഹോദരന്മാരും, സ്വർണഭൂഷിതേഹി, പൊന്നണിഞ്ഞ, സദശ്വേഹി, നല്ല കുതിരകളുള്ള, രഥേഹി, രഥങ്ങളിൽ കയറി, അന്വഗച്ഛൻ, വ്യാസ ധൗമ്യാദയ, തഥാ, അനുഗമിച്ചു, വ്യാസൻ, ധൗമ്യൻ മുതലായ മുനിമാരും, തഥാ, അവിധം ചെയ്തു. ഭഗവാനപി വിപ്രർഷേ രഥേന സധനഞ്ജയ സതേർവിരോചത നൃപ കുബേര ഇവ ഗുഹ്യകൈഹി. വിപ്രർഷേ, ബ്രാഹ്മണ ശ്രേഷ്ഠനായ അലയോ ശൗനക, ഭഗവാൻ അപി, ശ്രീകൃഷ്ണ ഭഗവാനും, സധനഞ്ജയ, അർജുനനോടുകൂടി, രഥേന, തേരിൽ കയറി, അന്വഗച്ഛത്, അനുഗമിച്ചു. സ നൃപ, ആ രാജാവ്, ഗുഹ്യകൈഹി, ഗുഹ്യകന്മാരാൽ, കുബേര ഇവ, കുബേരൻ എന്ന പോലെ, തൈ, അവരാൽ, വിരോചത, പ്രശോഭിച്ചു. ദൃഷ്ട്വാ നിപതിതം ഭൂമോ ദിവശ്യുതമിവാമരം പ്രണയമു പാണ്ഡവാ ഭീഷ്മം സാനുഗാ സഹചക്രിണ. ഭൂമൗ, ഭൂമിയിൽ, നിപതിതം, വീണ് കിടക്കുന്ന, ഭീഷ്മം, ഭീഷ്മരെ, ദിവ, സ്വർഗത്തിൽ നിന്ന്, ച്യുതം, വീണിട്ടുള്ള, അമരം ഇവ, ഒരു ദേവനെ പോലെ, ദൃഷ്ട്വാ, കണ്ടിട്ട്, സാനുഗ, അകമ്പടിക്കാരോടുകൂടിയ, പാണ്ഡവാഹ, പാണ്ഡവന്മാർ, ചക്രണാസഹ, ശ്രീകൃഷ്ണനോടുകൂടി, പ്രണയമോ, നമസ്കരിച്ചു.
തത്ര ബ്രഹ്മർഷയ സർവേ ദേവർഷയശ്ച സത്തമ രാജർഷയശ്ച തത്രാസൻ ദ്രഷ്ടും ഭരതപുംഗവം. സത്തമ, ഹേ സജ്ജനശ്രേഷ്ഠ, തത്ര ആ സമയത്ത് ബ്രഹ്മർഷയ ബ്രഹ്മർഷിമാരും ദേവർഷയ ച രാജർഷയ ച ദേവർഷിമാരും രാജർഷിമാരും ആയ സർവേ എല്ലാവരും ഭരതപുംഗവം ഭരതവംശ മുഖ്യനായ ഭീഷ്മരെ ദ്രഷ്ടും സന്ദർശിക്കുവാൻ കാണുവാൻ തത്ര അവിടെ ആസൻ സന്നിഹിതരായി. ആരൊക്കെയാണ് അവിടെ എത്തിച്ചേർന്നത് എന്ന് 6, 7, 8 ശ്ലോകങ്ങളിൽ വിസ്തരിക്കുന്നു. പർവ്വതോ നാരദോ ധൗമ്യോ ഭഗവാൻ ബാദരായണ ബൃഹദശ്യോ ഭരദ്വാജ സശിഷ്യോ രേണുകാസുത വസിഷ്ഠ ഇന്ദ്ര പ്രമഥസ്ത്രിതോ ഗൃത്സമദോസിത കക്ഷീമാൻ ഗൗതമോത്രൈശ്ച കൗശികോധ സുദർശന അന്യേ ച മുനിയോ ബ്രഹ്മൻ ബ്രഹ്മരാധാദയോ മല ശിഷ്യരുവേദാ ജഗ്മു കശ്യപാങ്കിരസാദയ. പർവ്വതൻ, നാരദൻ, ധൗമ്യൻ, ഭഗവാൻ ബാദരായണ, സർവജ്ഞനായ ശ്രീവേദവ്യാസൻ, ബൃഹദശ്വൻ, ഭരദ്വാജൻ, ശിഷ്യന്മാരോട് കൂടിയുള്ള പരശുരാമൻ, വസിഷ്ഠൻ, ഇന്ദ്രപ്രമദൻ, ത്രിതൻ, ഗൃത്സമദൻ, അസിതൻ, കക്ഷീവാൻ, ഗൗതമൻ, അത്രി, അതിനും പുറമെ വിശ്വാമിത്രൻ, സുദർശനൻ എന്നിവരും, അല്ലയോ ബ്രാഹ്മണ, നിർമ്മലന്മാരായ ബ്രഹ്മരാധാദയ ശ്രീശുകാദികളും കശ്യപ അങ്കിരസാദയ കശ്യപൻ, അങ്കിരസ് തുടങ്ങിയവരും, അന്യേ വേറെയുള്ള മുനയ ച മുനിമാരും, ശിഷ്യേഹി ശിഷ്യന്മാരോട്, ഉപേത ചേർന്നവരായി, ആ ജഗ്മു എത്തിച്ചേർന്നു. ഇവരെല്ലാം അവിടെ സന്നിഹിതരായി. താൻ സമേതാൻ മഹാഭാഗാൻ ഉപലഭ്യ വസൂത്തമ പൂജയാമാസ ധർമ്മജ്ഞോ ദേശകാല വിഭാഗവത്. സമേതാൻ ഒന്നിച്ചു വന്ന മഹാഭാഗാൻ മഹാശയന്മാരായ താൻ അവരെ ഉപലക്ഷ്യ അരികിൽ കണ്ട്, ധർമ്മജ്ഞ ധർമ്മബോധമുള്ളവനും, ദേശകാല വിഭാഗവിത്ത് ദേശം കാലം എന്നിവയുടെ വകതിരിവ് അറിയുന്നവനുമായ വസൂത്തമഹ ഭീഷ്മർ പൂജാമാസ ആദരിച്ചു. അഷ്ടവസുക്കളിൽ ഒരാളാണ് ഭീഷ്മർ. കൃഷ്ണം ച തത്പ്രഭാവജ്ഞ ആസീനം ജഗദീശ്വരം ഹൃദിസ്ഥം പൂജയാമാസ മായോപാത്ത വിഗ്രഹം. ഹൃദിസ്ഥം ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ, മായ കൊണ്ട് ഉപാത്ത വിഗ്രഹം സ്വീകരിച്ച സ്വരൂപത്തോടു കൂടിയവൻ, ജഗദീശ്വരം ലോക നിയന്താവ് ആയ, ആസീനം അകത്തിരിക്കുന്നവനായ, കൃഷ്ണം ച കൃഷ്ണനെയും, തത്പ്രഭാവജ്ഞ അവിടുത്തെ മാഹാത്മ്യം അറിഞ്ഞിരിക്കുന്ന ഭീഷ്മർ പൂജയാമാസ ആദരിച്ചു. ശരീരം കൊണ്ട് വയ്യ, അതുകൊണ്ട് ഭഗവാന്റെ അന്തസ്സത്ത മനസ്സിലാക്കിയ ഭീഷ്മർ മനസ്സുകൊണ്ട് ഭഗവാനെ പാണ്ഡുപുത്രാനുവാസീനൻ പ്രേമസംഗതൻ അഭ്യാചഷ്ടാനുരാഗാശ്രയേർ അന്ധീഭൂതേന ചക്ഷുഷാ. പ്രശ്രയ പ്രേമസംഗതാൻ വിനയത്തോടും സ്നേഹത്തോടും കൂടിയവരായി, ഉപാസീനാൻ അകത്തിരിക്കുന്ന, പാണ്ഡുപുത്രന്മാരെ, അനുരാഗാശ്രയി സ്നേഹ ബാഷ്പങ്ങളാൽ, അന്ധീഭൂതേന കാഴ്ചയില്ലാതായ, ചക്ഷുഷ കണ്ണുകൊണ്ട്, അഭ്യാചഷ്ട നോക്കി പറഞ്ഞു. തൻ്റെ മനസ്സിൽ പാണ്ഡുപുത്രന്മാരായ ധർമ്മപുത്രാദികളെ എപ്പോഴും ഉൾക്കൊള്ളുന്ന ഭീഷ്മർ അവരോട് ചെയ്യേണ്ടതല്ലാത്തത് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടോ എന്ന ചിന്തയാലാകാം
നിറഞ്ഞ കണ്ണുകളോടുകൂടി കാശിയില്ലാത്തവനായി തീർന്ന് അവരെ നോക്കി പറഞ്ഞു, അഹോ കഷ്ടമഹോന്യായം യദ്യൂയം ധർമ്മനന്ദന ജീവിതം നാരഹത ക്ലിഷ്ടം വിപ്രധർമാച്യുതാശ്രയ. ധർമ്മനന്ദനന്മാരെ, അല്ലയോ പാണ്ഡവന്മാരെ, അഹോ കഷ്ടം, അയ്യോ കഷ്ടം, അഹോ അയ്യോ. അന്യായമാണിത്. യത് എന്തെന്നാൽ വിപ്രധർമാച്യുതാശ്രയ, ബ്രാഹ്മണരും ധർമ്മവും ഭഗവാനും ആശ്രയമായ യൂയം നിങ്ങൾ ക്ലിഷ്ടം ക്ലേശത്തോടുകൂടി ജീവിക്കുവാൻ ന അർഹത അർഹിക്കുന്നില്ല. നിങ്ങൾക്കാശ്രയമായിട്ട് ബ്രാഹ്മണരുണ്ട്, ധർമ്മമുണ്ട്, ഭഗവാനുണ്ട്. അങ്ങനെയുള്ള നിങ്ങൾ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടവരല്ല. സംസ്ഥിതേ തിരതേ പാണ്ഡോ വൃഥാ ബാലപ്രജാവധോ യുഷ്മത്കൃതേ ബഹൂൻ ക്ലേശാൻ പ്രാപ്ത ഭോഗവതീ മുഹു. അതിരഥേ യുദ്ധവീരനായ പാണ്ഡു മഹാരാജാവ് സംസ്ഥിതേ മരിച്ചപ്പോൾ വധു എന്റെ പുത്രഭാര്യയായ പൃഥ കുന്തിദേവി ബാലപ്രജ കൊച്ചു അവളായിരുന്നു. തോകവതി പിഞ്ചു പൈതങ്ങളുള്ള അവൾ യുഷ്മത് കൃതേ നിങ്ങൾക്ക് വേണ്ടി ബഹൂൻ ക്ലേശാൻ വളരെ കഷ്ടപ്പാടുകളെ മുഹു പ്രാപ്ത അടിക്കടി അനുഭവിച്ചു. സർവം കാലകൃതം മന്യേ ഭവതാം ച യദപ്രിയം സപാലോ യദ്വശേ ലോകോ വായോരിവഘനാവലി. അപ്രിയം അനിഷ്ടകാര്യം. യത് യാതൊന്ന് ഭവതാം ച നിങ്ങൾക്ക് കൂടിയും സംഭവിച്ചുവോ സർവം അത് മുഴുവൻ കാലകൃതം കാലത്താൽ വരുത്തി വയ്ക്കപ്പെട്ടതാണ് എന്ന് മന്യേ ഞാൻ കരുതുന്നു. സപാല ലോകപാലന്മാരോടുകൂടിയ ലോകം വായോ കാറ്റിന്റെ അധീനതയിൽപ്പെട്ട് ഘനാവലി മേഘനിര കാർമേഘക്കൂട്ടം ഇവ എന്ന പോലെ യദ്വശേ യാതൊരു ഈ കാലത്തിന്റെ അധീനതയിൽ ആയിട്ട് അങ്ങനെയാണ് ഉള്ളത്. യത്ര ധർമ്മസുതോ രാജാ ഗദാപാണിർമൃഗോദര കൃഷ്ണോ സ്ത്രീ ഗാണ്ഡിവം ചാപം സുഹൃത് കൃഷ്ണസ്തോ വിപത്. യത്ര യാതൊരിടത്ത് ധർമ്മസുത ധർമാത്മജൻ രാജാവാണ് ഗദാപാണി കയ്യിൽ ഗതേന്ത്യ വൃക്കോദരൻ ഭീമസേനൻ ഉണ്ട്. അസ്ത്രീ വില്ലാളി വീരനായ കൃഷ്ണ അർജുനനുണ്ട്. ഗാണ്ഡിവം എന്ന ചാപം വില്ലുണ്ട്. സുഹൃത് ബന്ധുവായിട്ട് കൃഷ്ണ ശ്രീകൃഷ്ണനുണ്ട്. തഥ എന്നിട്ടും അവിടെ വിപത്ത് ആപത്ത് വന്നു. ഇപ്പൊ ധർമ്മപുത്രർക്ക് സഹായമായിട്ട് ഗദായുദ്ധവീരനായ ഭീമസേനനുണ്ട്. വില്ലാളി വീരനായ അർജുനനുണ്ട്. അർജുനന്റെ കയ്യിൽ ഗാണ്ഡിവം ചാപമുണ്ട്. ബന്ധുവായിട്ട് ശ്രീകൃഷ്ണനുണ്ട്. എന്നിട്ടും അവർക്ക് ആപത്ത് വന്നു. കാല വൈഷമ്യത്താൽ വരുന്ന അനിഷ്ടം അനുഭവിക്കുകയേ നിവൃത്തിയുള്ളൂ. ധാർമ്മികത്വം, ബലം, നൈപുണ്യം, നല്ല സാമഗ്രികള്, ദേവസഹായം എന്നിവയൊന്നും ഇവിടെ ഫലിക്കുകയില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നഹ്യസ്യ കർഹിചിദ്രാജൻ പുമാൻ വേദവിദിൽസിതം യദ്വിജിജ്ഞാസയാ യുക്ത മുഹ്യതി.
മുഹ്യന്തി കവയോഭിഹി. രാജൻ, രാജാവേ, അസ്യ ഈ കാലസ്വരൂപനായ ഈശ്വരന്റെ വിധിൽസിതം ആഗ്രഹത്തെ പുമാൻ മനുഷ്യൻ കർഹിചിത് ഒരിക്കലും ന വേദഹി അറിയയില്ലല്ലോ. യത് വിജിജ്ഞാസയാ യാതൊരു ഈശ്വരേച്ഛയെ അറിയുവാനുള്ള ആഗ്രഹത്തോടു കൂടിയവരായിട്ട് കൂടിയവരായിട്ട് കവയ അഭി വിദ്വാൻമാർ പോലും മുഹ്യന്തിഹി വിവശരായിരിക്കുന്നു. കാലസ്വരൂപനായ ഈശ്വരന്റെ അഭിലാഷങ്ങൾ വിദ്വാൻമാർക്ക് പോലും മനസ്സിലാക്കാൻ പ്രയാസമാണ്. തസ്മാദിദം ദൈവതന്ത്രം വ്യവസ്യ ഭരതർഷഭ തസ്യാനുവിഹിതോ നാഥ പാഹി പ്രജാപ്രഭോ. ഭരതർഷഭ, അല്ലയോ ഭരത വംശശ്രേഷ്ഠനായ യുധിഷ്ഠിര, തസ്മാത് അങ്ങനെ ആകയാൽ, ഇത് ദൈവതന്ത്രം ഈശ്വരാധീനമായതാണെന്ന് വ്യവസ്യ നിശ്ചയിച്ച്, തസ്യ ആ ഈശ്വരന്റെ അനുവിഹിത അനുവർത്തിയായിക്കൊണ്ട്, നാഥ പ്രഭോ സ്വാമിൻ സമർത്ഥ അനാഥ നാഥനില്ലാത്ത പ്രജകളെ പാഹി പരിപാലിച്ചാലും. ഇതൊക്കെ ഈശ്വരഹിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നടന്നതിലൊന്നും മനസ്സ് ചെന്ന് ദുഃഖിക്കാതെ തന്റെ കർത്തവ്യം നിറവേറ്റുകയാണ് അല്ലയോ രാജാവേ അങ്ങ് ചെയ്യേണ്ടത്. അങ്ങയുടെ കർത്തവ്യം പ്രജാപരിപാലനമാണ്. േഷവൈ ഭഗവാൻ സാക്ഷാദാദ്യോ നാരായണ പുമാൻ മോഹൻ മായാലോകം ഗൂഢശ്ചരതി വൃഷ്ണിഷു. ഭഗവാൻ സർവേശ്വരനും ആദ്യ പുമാൻ ആദിപുരുഷനുമായ സാക്ഷാൽ നാരായണ ശ്രീനാരായണൻ, യേഷവൈ ഈ അടുത്തിരിക്കുന്നയാൾ തന്നെയാണ്, ശ്രീകൃഷ്ണൻ തന്നെയാണ്. മായ കൊണ്ട് ലോകത്തെ മോഹിപ്പിച്ചുകൊണ്ട് വൃഷ്ണിഷു വൃഷ്ണികളുടെ ഇടയിൽ ഗൂഢചരതി സ്വരൂപം മറച്ച് സഞ്ചരിക്കുന്നു. നിങ്ങളുടെ കൂടെയുള്ള ഈ ശ്രീകൃഷ്ണൻ സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാലും, അസ്യാനുഭാഗം ഭഗവാൻ വേദഗുഹ്യതമം ശിവ ദേവർഷിർനാരദ സാക്ഷാൽ ഭഗവാൻ കപിലോ നൃപ. അല്ലയോ രാജാവേ, അസ്യ ഈ കൃഷ്ണന്റെ ഗുഹ്യതമം ഏറ്റവും ഗൂഢമായ അനുഭാവം മഹാത്മ്യത്തെ ഭഗവാൻ സർവജ്ഞനായ പരമശിവൻ വേദ അറിയുന്നുണ്ട്. ദേവത്വവും ഋഷിത്വവും ചേർന്നിരിക്കുന്ന ശ്രീനാരദൻ വേദ അറിയുന്നുണ്ട്. സാക്ഷാൽ പ്രത്യക്ഷത്തിൽ ഭഗവാൻ ഈശ്വരനായിട്ടുള്ള കപില ആചാര്യൻ വേദ അറിയുന്നുണ്ട്. പരമേശ്വരന് അറിയാം, ശ്രീനാരദന് അറിയാം, കപില മാമുനിക്കറിയാം. ഇവരൊക്കെ ഈ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കിയിട്ടുണ്ട്. സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ എന്ന് അറിയാവുന്ന ഇങ്ങനെ ചിലരൊക്കെയുണ്ട്. യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോ സജീവം ദൂതം സൗഹൃദാദധ സാരഥിം. യം യാതൊരുത്തനെ മാതുലേയം അമ്മാമന്റെ മകനായും, പ്രിയം പ്രീതിക്ക് പാത്രമായിരിക്കുന്നവനായും, മിത്രം ഇഷ്ടതോഴനായും, സുഹൃത്തമം പ്രത്യുപകാരേച്ഛ വിട്ട് മഹോപകാരം ചെയ്യുന്ന ബന്ധുവായും മന്യസേ നീ കരുതി വരുന്നു. അഥ മാത്രമല്ല, സൗഹൃദാത് വിശ്വാസത്താൽ, സജീവം മന്ത്രിയായും, ദൂതം സന്ദേശവാഹകനായും, അകരോ നീ ഏർപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാൻ സർവാത്മന സമദൃശോ
ഹ്യദ്വയസ്യാനഹങ്കൃതേ തത്കൃതം മതിവൈഷമ്യം നിരവധ്യസ്യ ന ക്വചിത് സർവാത്മന എല്ലാറ്റിനും ആത്മാവായി സമദൃശ എല്ലാം തുല്യനിലയിൽ കാണുന്നവനായി അനഹങ്കൃത ഞാനെന്ന ഭാവം ഭാവിക്കാത്തവനായി നിരവധ്യസ്യ ദോഷരഹിതനായി സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന് തൽകൃതം ആ പ്രവൃത്തികളാൽ ഉളവാക്കപ്പെടുന്ന മതിവൈഷമ്യം ബുദ്ധി വിഷമത ക്വചിത് നഹി ഒരിക്കലും ഇല്ലല്ലോ. തഥാപ്യേകാന്തഭക്തേഷു പശ്യ ഭൂപാനുകമ്പിതം യന്മേ സൂംസ്ത്യജത സാക്ഷാൽ കൃഷ്ണോ ദർശനമാഗത. തഥാപി എന്നിരിക്കലും ഭൂവ അല്ലയോ രാജാവേ, ഏകാന്തഭക്തേഷു ഏകാഗ്ര ഭാവനയോടെ ഇരിക്കുന്ന ഭക്തരിൽ അനുകമ്പിതം ഭഗവാനുള്ള കാരുണ്യം പശ്യ നോക്കുക. യത് എന്തെന്നാൽ അസൂൻ പ്രാണങ്ങളെ ത്യജത ത്യജിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന മേ എനിക്ക് കൃഷ്ണ കൃഷ്ണൻ സാക്ഷാൽ പ്രത്യക്ഷമായ ദർശനത്തെ ആഗത പ്രാപിച്ചിരിക്കുന്നു. ഭഗവാൻ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായിരിക്കുന്നു. ഭക്ത്യാവേശ്യമനോ യസ്മിൻ വാചായൻ നാമകീർത്തയൻ ത്യജൻ കളേബരം യോഗി മുച്യതേ കാമകർമ്മഭി. യസ്മിൻ യാതൊരുവനിൽ ഭക്തിയോടുകൂടി മനസ്സിനെ ആവേശ്യ ചെലുത്തി എന്നാമ യാതൊരുവന്റെ നാമങ്ങളെ വാച വാക്കിനാൽ കീർത്തയൻ കീർത്തിച്ചുകൊണ്ട് കളേബരം ശരീരത്തെ ത്യജൻ ഉപേക്ഷിക്കുന്ന യോഗി ഭക്തൻ കാമകർമ്മഭി കാമകർമ്മങ്ങളാൽ മുച്യതേ മോചിപ്പിക്കപ്പെടുന്നു. സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതം കളേബരം യാവതിദം ഹിനോമ്യഹം പ്രസന്നഹാസാരുണ ലോചനോല്ലസന്മുഖാംബുജോ ധ്യാനപദശ്ചതുർഭുജ. ധ്യാനപഥ അന്യർക്ക് ധ്യാനം കൊണ്ട് മാത്രം വിഷയീഭവിക്കുന്ന ദേവദേവ ദേവന്മാർക്കും ദേവനായ സഭഗവാൻ ആ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രസന്നഹാസാരുണ ലോചനോല്ലസന്മുഖാംബുജ തൂമന്ദഹാസത്താലും അരുണ നേത്രങ്ങളാലും പരിലസിക്കുന്ന മുഖ കമലത്തോടും കൂടിയവനായിട്ട് ചതുർഭുജ 4 കൈകളോടും അഹം ഇതം ഞാൻ ഈയുള്ള കളേബരം ശരീരത്തെ യാവത് ഹിനോമി പരിത്യജിക്കുന്നത് വരേക്കും പ്രതീക്ഷതാം കാത്തിരിക്കണമേ. സൂതവാച യുധിഷ്ഠിര തദാകർണ്യ ശയാനം ശരപഞ്ചരെ അവൃച്ഛത് വിവിധാൻ ധർമാൻ ഋഷീണാമനുഷൃണ്വതാം. യുധിഷ്ഠിര ധർമ്മപുത്ര തത് അത് ആകർണ്യ കേട്ടിട്ട് ഭീഷ്മര് പറഞ്ഞത് കേട്ടിട്ട് ശരപഞ്ചരെ അമ്പുകളാലുള്ള കൂട്ടിൽ ശയാനം കിടക്കുന്ന ഭീഷ്മരോട് വിവിധാൻ നാനാപ്രകാരത്തിലുള്ള ധർമാൻ ധർമ്മങ്ങളെക്കുറിച്ച് ഋഷിമാർ അനുശൃണ്ണതാം കേട്ടുകൊണ്ടിരിക്കെ അപൃച്ഛ ചോദിച്ചു. 26, 27, 28 ശ്ലോകങ്ങളിലായി ഈ ധർമ്മങ്ങളെക്കുറിച്ച് ഭീഷ്മർ പറഞ്ഞു കൊടുക്കുന്നു. പുരുഷസ്വഭാവവിഹിതാൻ യഥാവർണ്ണാം യഥാശ്രമം വൈരാഗ്യരാഗോപാദിഭ്യാമാംനാദോഭയലക്ഷണാൻ ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശ സ്ത്രീധർമാൻ ഭഗവദ്ധർമാൻ സമാസവ്യാസയോഗത ധർമാർത്ഥകാമമോക്ഷാംശ്ച
സഹോപായാൻ യഥാമുനെ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവിദ്. മുനെ, ഹേ ശൗനകമുനെ, യഥാവർണം ബ്രാഹ്മണാദി 4 വർണ്ണങ്ങളെ അനുസരിച്ചും, ബ്രഹ്മക്ഷത്രിയ വൈശ്യ ശൂദ്ര ഈ വർണ്ണങ്ങളെ അനുസരിച്ചും, യഥാശ്രമം ബ്രഹ്മചര്യാദി 4 ആശ്രമങ്ങളെ അനുസരിച്ചും, ബ്രഹ്മചര്യം, ഗർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, പുരുഷ സ്വഭാവ വിഹിതാൻ മനുഷ്യന് സ്വാഭാവികമായി വിധിക്കപ്പെട്ടിട്ടുള്ള ധർമ്മങ്ങളെയും, വൈരാഗ്യ രാഗോപാധിഭ്യാം വിഷയങ്ങളിലുള്ള വിരക്തി, അനുരക്തി എന്നീ ഉപാധികളാൽ ആമ്നാതോഭയലക്ഷണാൻ ആമ്നായത്തിൽ വേദത്തിൽ പറയപ്പെട്ടിരിക്കുന്ന 2 വിഭിന്ന ലക്ഷണങ്ങളോടുകൂടിയ ധർമ്മങ്ങളെയും, ആമ്നായത്തിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നിവൃത്തി, പ്രവൃത്തി, ഇങ്ങനെ 2 ലക്ഷണങ്ങളാണ്. അവയോടുകൂടിയ ധർമ്മങ്ങളെയും, ദാനധർമാൻ, രാജധർമാൻ, മോക്ഷധർമാൻ, സ്ത്രീധർമാൻ, ഭഗവത് ധർമാൻ, ദാനധർമ്മങ്ങളെയും രാജധർമ്മങ്ങളെയും മോക്ഷധർമ്മങ്ങളെയും സ്ത്രീധർമ്മങ്ങളെയും ഭഗവത് ധർമ്മങ്ങളെയും, ഭഗവത് പ്രീതികരങ്ങളായ ധർമ്മങ്ങളെ, സഹോപായാൻ ഉപായങ്ങളോടുകൂടിയ ധർമാർത്ഥ കാമ മോക്ഷാഞ്ച പുരുഷാർത്ഥങ്ങളെയും, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയെ വിഭാഗശ വെവ്വേറെയായി, സമാസവ്യാസയോഗത സംക്ഷേപിച്ചും വിസ്തരിച്ചും കൊണ്ട്, നാനാഖ്യാന ഇതിഹാസേഷു പല പല കഥകളിലും ഇതിഹാസങ്ങളിലും ഉള്ളതുപോലെ, തത്വവിദ് തത്വജ്ഞനായ ഭീഷ്മർ യഥാ വേണ്ട വിധം വർണ്ണയാമാസ വർണ്ണിച്ച് പറഞ്ഞു. ധർമ്മപുത്രരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് സർവവിധ ധർമ്മങ്ങളെയും വിസ്തരിക്കേണ്ടത് വിസ്തരിച്ചും സംക്ഷേപിക്കേണ്ടത് സംക്ഷേപിച്ചും ഭീഷ്മർ ധർമ്മപുത്രർക്ക് ഉപദേശിച്ചു. ധർമ്മം പ്രവദതസ്തസ്യ സകാല പ്രത്യുപസ്ഥിത യോ യോഗിനശ്ചന്ദമുക്തോ മൃത്യോർ യോ യോഗിനശ്ചന്ദമൃത്യോർ വാഞ്ചിതസ്തൂത്തരായണ. സ്വച്ഛന്ദ മൃത്യുവാണ് ഭീഷ്മർ. അദ്ദേഹത്തിന് അങ്ങനെയൊരു വരം ലഭിച്ചിട്ടുണ്ട്, സ്വന്തം പിതാവിൽ നിന്ന് തന്നെ. ശന്തനു മഹാരാജാവ് നൽകിയ ഒരു വരമാണ് സ്വച്ഛന്ദ മൃത്യു. ഇഷ്ടം ഉള്ളപ്പോൾ മരിക്കാനുള്ള ഒരു വരം. തസ്യ ധർമ്മം പ്രവദത, അദ്ദേഹം ധർമ്മത്തെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കെ, ഛന്ദമൃത്യോഹോ തോന്നും നേരത്ത് മാത്രം മരണം സംഭവിക്കുന്ന, യോഗിന തു യോഗിക്ക് മാത്രം, വാഞ്ചിത അഭിലുഷതമാകുന്ന, ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, ഉത്തരായണ ഉത്തരായണമായ, കാലഹ കാലം, യാതൊന്നോ സ അത് പ്രത്യുപസ്ഥിത എത്തിച്ചേർന്നു. മരണം ഉത്തരായണത്തിലാവുന്നതാണ് നല്ലത് എന്ന് യോഗികൾ ഇച്ഛിക്കുന്നു. അങ്ങനെയുള്ള കാലം വന്നു ചേർന്നു. ഉത്തരായണം വന്നു. തദോപസംഹൃത്യ ശിരസഹസ്രണീയർ വിമുക്ത സംഗമന ആദിപുരുഷേ കൃഷ്ണേ ലസത്പീതപടേ ചതുർഭുജേ പുരസ്ഥിതേ മീലിത ദൃഗ്വ്യധാരയത്. സഹസ്രണി 1000 മഹാരഥികളെ ഒന്നിച്ച് നയിച്ചിരുന്ന ഭീഷ്മർ. തഥാ അന്നേരത്ത് ഗിര വാക്കുകളെ ഉപസംഹരിച്ചു. ലസത് പീതപട്ടേ പരിലസിക്കുന്ന മഞ്ഞപ്പട്ടോടുകൂടിയും, ചതുർഭുജേ 4 തൃക്കൈകളോടുകൂടിയും, പുരസ്ഥിതേ തന്റെ മുമ്പിൽ സ്ഥിതി ചെയ്യുന്ന, ആദിപുരുഷനായ കൃഷ്ണേ ശ്രീകൃഷ്ണനിൽ, വിമുക്ത സംഘം അന്യാസക്തമല്ലാത്ത മനസ്സിനെ, അമീലിത ദൃക്
കണ്ണടയ്ക്കാതെ നോക്കിക്കൊണ്ട് വ്യഥാരയത് ധ്യാനത്തോടെ ഉറപ്പിച്ചു. മഞ്ഞപ്പട്ടുടുത്ത് ചതുർഭുജനായിരിക്കുന്ന തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാനിൽ മാത്രം മനസ്സ് ഉറപ്പിച്ചു. വിശുദ്ധയാ ധാരണയാ ഹതാശുഭ തദീക്ഷൈവാശു ഗതായുധവ്യത നിവൃത്ത സർവേന്ദ്രിയ വൃത്തിവിഭ്രമസുഷ്ടാവജന്യം വിസൃജൻ ജനാർദ്ദനം. വിശുദ്ധയാ പരിശുദ്ധമായ ധാരണായോഗത്താൽ ഹതാശുഭ നശിപ്പിക്കപ്പെട്ട അശുഭത്തോടു കൂടിയവനായും പാപം ഇല്ലാത്തവനായ തദീക്ഷയാ ഏവ അവിടത്തെ കടാക്ഷത്താൽ തന്നെ ആശു ഉടനടി ഗതായുധവ്യത നീങ്ങിയ ആയുധ പേടയോടുകൂടിയവനായും നിവൃത്ത സർവേന്ദ്രിയ വൃത്തി വിഭ്രമ ഇന്ദ്രിയങ്ങളുടെ വ്യാപാരം കൊണ്ടുള്ള സർവവിഭ്രാന്തിയും വിരമിച്ചിരിക്കുന്നവനായ ഭീഷ്മർ ജന്യം ശരീരത്തെ വിസൃജൻ വിടാനൊരുങ്ങിക്കൊണ്ട് ജനാർദ്ദനം ശ്രീകൃഷ്ണനെ തുഷ്ടാവ സ്തുതിച്ചു. ഇനി അങ്ങോട്ട് 32 മുതൽ 42 വരെയുള്ള 11 ശ്ലോകങ്ങളില് ഭീഷ്മർ ഭഗവാനെ സ്തുതിക്കുന്നതായിട്ട് ആണ് കാണുന്നത്. ഈ വിശേഷ സ്തുതി അതിൻ്റെ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് അത് ആ ശ്ലോകങ്ങളെല്ലാം തന്നെ ഹൃദിസ്ഥമാക്കുന്നത് നന്നായിരിക്കും എന്ന് വിനയത്തോടുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ഭീഷ്മ ഉവാച ഇതി മതിരുപകൽപ്പിതാ വിതൃഷ്ണാ ഭഗവതി സാത്വത പുംഗവേ വിഭൂംനി സ്വസുഖം ഉപഗതേ ക്വചിദ് വിഹർത്തും പ്രകൃതിമുപേയുഷി യത് ഭവപ്രവാഹ. സാത്വത പുംഗവേ വിഭൂംനി യാദവശ്രേഷ്ഠനും തന്നെ വിട്ട് മറ്റൊന്നിലും മഹത്വമില്ലാത്ത നിലയിൽ വർത്തിക്കുന്നവനും സ്വസുഖം സ്വസ്വരൂപമായ പരമാനന്ദത്തെ ഉപഗതേ പ്രാപിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ക്വചിത് ചിലപ്പോൾ വിഹർത്തും ലീലയ്ക്കായിക്കൊണ്ട് പ്രകൃതി യോഗമായേ ഉപേയുഷി കൈക്കൊള്ളുന്നവനുമായ ഭഗവതി ശ്രീകൃഷ്ണ ഭഗവാനിൽ ഇതി ഇപ്രകാരം ഈ വിധത്തിൽ വിതൃഷ്ണ ആശയകന്ന തൃഷ്ണ ഇല്ലാത്ത മതി മനോധാരണ വിചാരം ഉപകൽപ്പിത സമർപ്പിതമായിരിക്കുന്നു. യത് ഭഗവാന്റെ യാതൊരു യോഗ മായയിൽ നിന്നാണല്ലോ ഭവപ്രവാഹ സൃഷ്ടിയുടെ അവിഛിന്ന ധാര. ത്രിഭുവനഗമനം തമാലവർണം രവികര ഗൗരവരംബരം ദധാനെ വപുരാളകുലാവൃതനാബ്ജം വിജയസഖേ രതിരസ്തുമേന വദ്യ. ത്രിഭുവനഗമനം മുപ്പാരിലും ഏകമാത്ര സുന്ദരമായിട്ട്, തമാലവർണം പച്ചിലമരത്തിന്റെ നീലിമയ്ക്കൊത്ത നീല കാന്തി ഏന്തുന്നതായിട്ട്, രവികര ഗൗരവരാംബരം സൂര്യകിരണം പോലെ പീതവർണ്ണത്തിലുള്ള വിശിഷ്ടമായ പട്ടുവസ്ത്രം ചാർത്തിയതായിട്ട്, അളകാകുലാനനാബ്ജം കുറുനിരയാൽ അളകത്താൽ മറയ്ക്കപ്പെട്ട മുഖ കമലത്തോടുകൂടി വിളങ്ങുന്ന വപു ശരീരം ദധാനെ ധരിച്ചിരിക്കുന്ന വിജയസഖേ പാർത്ഥസാരഥിയിൽ മേ എനിക്ക് അനവദ്യ ഫല കാംക്ഷ ദോഷം ഇല്ലാത്ത രതി അസ്തു പ്രേമഭക്തി ഭവിക്കട്ടെ. അതിമനോഹരമായ ഒരു ഛായാചിത്രം, വാങ്മയ ചിത്രം ആണ് ഈ ശ്ലോകത്തിലുള്ളത്.
അത് നമുക്ക് കാണാൻ കഴിയുന്നു. യുധി തുരകരജോ വിധൂമ്ര വിശ്വക്കജലുളിത ശ്രമവാര്യലങ്കൃതാസ്യേ മമ നിശിതശരേർവിഭിദ്യമാനത്വജി വിലസത്കവചേസ്തു കൃഷ്ണ ആത്മാ. യുധി യുദ്ധത്തിൽ തുരകരജോ വിധൂമ്ര വിശ്വ കജലുളിത ശ്രമവാരി അലങ്കൃതാസ്യേ കുതിരകളുടെ കുളമ്പ് തട്ടി മേൽപോട്ടുയർന്ന പൊടിയേറ്റ് ചെമ്പിച്ചതും ചിന്നിപ്പരന്നതുമായ തല മുടിത്തുമ്പുകളിൽ ചിതറിയ വിയർപ്പ് നീർ തുള്ളികളാൽ അലങ്കരിക്കപ്പെട്ട തിരുമുഖത്തോടു കൂടിയവനും മമ എന്റെ നിശിതശരേഹി കൂർത്തുമൂർത്തുള്ള അമ്പുകളാൽ വിഭിദ്യമാനത്വജി പിളർക്കപ്പെടുന്ന ത്വക്കോടു കൂടിയവനും മുറിവേറ്റവനും വിലസത്കവചേ പിളർന്ന മാർച്ചട്ടയോടുകൂടിയവനുമായ കൃഷ്ണേ ശ്രീകൃഷ്ണമൂർത്തിയിൽ ആത്മാ അന്ധകരണം അസ്തു ഉറച്ചിരിക്കട്ടെ. സവതി സഖിവചോ നിശമ്യ മധ്യേ നിജപരയോർബലയോരഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരക്ഷണാഹൃതവതി പാർത്ഥസഖേ രതിർമമാസ്തു. സഖിവച ഇഷ്ടനായ അർജുനന്റെ വാക്ക് നിശമ്യ കേട്ടിട്ട് നിജപരയോഹോ തന്റെയും ശത്രുവിന്റെയും ബലയോഹോ സൈന്യങ്ങളുടെ മധ്യേ ഇടയിൽ രഥം തേരിനെ സപതി പെട്ടെന്ന് നിവേശ്യ നിർത്തി സ്ഥിതവതി നിലകൊണ്ടവനും പരസൈനികായു ശത്രുഭടന്മാരുടെ ആയുസ്സിനെ അക്ഷ്ണ കണ്ണുകൊണ്ട് ഹൃതവതി കവർന്നെടുത്തവനുമായ പാർത്ഥസഖേ പാർത്ഥസാരഥിയിൽ മമ എനിക്ക് രതി അസ്തു പ്രേമഭക്തി ഭവിക്കട്ടെ. വ്യവഹൃതപൃതനാമുഖം നിരീക്ഷ്യ സ്വജനവധാദ് വിമുഖസ്യ ദോഷബുദ്ധ്യ കുമതിമഹരതാത്മവിദ്യയായശ്ചരണരതേ പരമസ്യ തസ്യ മേ അസ്തു. വ്യവഹിതപൃതനാമുഖം അകലത്ത് നിൽക്കുന്ന സൈന്യത്തിന്റെ മുന്നണിയെ നിരീക്ഷ്യ കണ്ടിട്ട് ദോഷബുദ്ധ്യ പാപശങ്കയാൽ സ്വജനവധാത് സ്വജനഹത്യയിൽ നിന്ന് വിമുഖസ്യ പിൻവാങ്ങി നിന്നവന്റെ കുമതിം അറിവുകേടിനെ ആത്മവിദ്യയ ആത്മതത്വോപദേശത്താൽ യാതൊരാൾ അഹരത് നീക്കിക്കളഞ്ഞുവോ തസ്യ അങ്ങനെയുള്ള പരമസ്യ പരമപുരുഷന്റെ ചരണരതി തൃപ്പാദഭക്തി മേ അസ്തു എനിക്കുണ്ടാവട്ടെ. സ്വജനവധം പാപമാണെന്ന് കരുതി യുദ്ധ വിമുഖനായി തീർന്ന അർജുനന്റെ ബുദ്ധി വൈകല്യത്തെ ഗീതാശാസ്ത്രോപദേശത്താൽ നീക്കിയ പരമകാരുണികനെ ഭീഷ്മർ അനുസ്മരിക്കുന്നു. സ്വനിഗമമപഹായ മത്പ്രതിജ്ഞാമൃതം അധികർത്തുമവപ്ലുതോ രഥസ്ഥ ധൃതരഥചരണോഭ്യാചലദ്ഗോർഹരിവഹന്തുമിഭം ഗതോത്തരീയ. സ്വനിഗമം സ്വന്തം പ്രതിജ്ഞയെ അപഹായ തള്ളിക്കളഞ്ഞ് മത്പ്രതിജ്ഞാം എന്റെ പ്രതിജ്ഞയെ ഋതം നേരായവണ്ണം അധികർത്തും മുറ്റും നിറവേറ്റുവാൻ രഥസ്ഥ തേരിലിരിക്കുന്നവൻ അവപ്ലു ചാടിയിറങ്ങിയവനായി ധൃതരഥ ചരണ ചക്രായുധത്തെ ധരിച്ചും കൊണ്ട് ചലദ്ഗു ഭൂമിയെ ചലിപ്പിച്ചുകൊണ്ടും ഗതോത്തരീയ വീണുപോയ ഉത്തരീയത്തോടുകൂടിയവനായും ഹരി സിംഹം ഇഭം ആനയെ ഹന്തും ഇവ കൊല്ലാൻ എന്ന പോലെ അഭ്യയാത് നേരിട്ട് വന്നു. ഹിത വിശിഖഹരോ വിശീർണതം ഷക്ഷതജ പരിപ്ലുത ആതതായിനോ മേ
പ്രസഭം അഭിസസാര മദ്വധാർത്ഥം സഭവതു മേ ഭഗവൻ ഗതിർ മുകുന്ദ. ആദതായിന വധോദ്യുക്തനായി ആയുധമെടുത്ത് നിൽക്കുന്ന മേ എന്റെ, ശിത വിശിഖഹത മൂർച്ചയുള്ള അമ്പുകൊണ്ട് പ്രഹരമേൽക്കപ്പെട്ടവനും, വിശീർണദംശ പൊട്ടിത്തകർന്ന മാർച്ചട്ടയോടുകൂടിയവനും, ക്ഷതജ പരിപ്ലുത രക്തത്തിൽ മുങ്ങിയവനുമായിട്ട്, പ്രസഭം ബലാത്കാരത്തോടെ, മദ്വധാർത്ഥം എന്റെ വധത്തിന് എന്നെ കൊല്ലാൻ വേണ്ടി, അഭിസസാര നേരിൽ പാഞ്ഞു വന്നു, മുകുന്ദ മോക്ഷപ്രദനായ സ ഭഗവാൻ ആ ഭഗവാൻ, മേ എനിക്ക്, ഗതി ഭവതു ആശ്രയമായി ഭവിക്കണേ. ഭാരതയുദ്ധത്തിൽ ഭഗവാൻ നടത്തിയ ഓരോ ലീലകളെ ഓർത്തുകൊണ്ട് ഭീഷ്മർ സ്തുതിക്കുകയാണ്. യുദ്ധത്തിൽ പാണ്ഡവർക്ക് വേണ്ടി ആയുധം എടുക്കുകയില്ല എന്ന് ഭഗവാൻ ശപഥം ചെയ്തിരുന്നു. ഇതറിഞ്ഞപ്പോൾ ഭീഷ്മർ കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കും എന്ന് ശപഥം ചെയ്തു. ഒരു ദിവസം ഭീഷ്മരോടായി അതികഠിനം സമരം ചെയ്ത് അർജുനൻ തളർന്ന് അവശനായി. സുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ തൽക്ഷണം ശ്രീകൃഷ്ണൻ തേരിൽ നിന്ന് ചാടിയിറങ്ങി. സ്വശപഥത്തെ വകവയ്ക്കാതെ ചക്രം കയ്യിലെടുത്ത് ഭീഷ്മർക്ക് നേരെ കുതിച്ചു. അപ്പോൾ തന്റെ ശരമാരിയേറ്റ് കവചം തകർന്ന് ചോരയാൽ മുങ്ങി കുളിച്ച് വീറോടെ പാഞ്ഞു വന്ന ഭഗവൽ സ്വരൂപത്തെ ഭീഷ്മർ അന്ത്യകാലത്തിൽ സ്മരിക്കുന്നു. ഈ തന്റെ ശപഥത്തെക്കാളും ഭക്തനായ ഭീഷ്മരുടെ ശപഥമായിരുന്നു ഭഗവാന് വലുത്. ഇതത്രേ ഭക്തപ്രിയത്വം. വിജയരഥ കുടുംബ ആത്തതോത്രേ ധൃതഹയരശ്മിനി തശ്രിയേ ക്ഷണീയേ ഭഗവതിരസ്തു മേ മുമൂർഷോർയമിഹ നിരീക്ഷ്യ ഹതാ ഗതാ സ്വരൂപം. വിജയരഥ കുടുംബേ അർജുനന്റെ രഥമാകുന്ന കുടുംബത്തോടുകൂടിയവനും, ആത്തതോത്രേ എടുത്തിട്ടുള്ള ചമ്മട്ടിയോടുകൂടിയവനും, ധൃതഹയരശ്മിനി ധരിച്ചിരിക്കുന്ന കുതിര കടിഞ്ഞാണോടുകൂടിയവനും, തശ്രിയ ആ സാരഥ്യ കാന്തിയാൽ അതിന്റെ ഐശ്വര്യം കൊണ്ട്, ഈക്ഷണീയെ കാണാൻ യോഗ്യതയുള്ളവനുമായ, ഭഗവതി ഭഗവാനിൽ, മുമുർഷോ മരിക്കാൻ ഇച്ഛിക്കുന്ന, മേ എനിക്ക്, രതി പരമപ്രേമം, അസ്തു ഭവിക്കട്ടെ. ഇഹ ഇവിടെ ഈ യുദ്ധത്തിൽ, ഹതാഹ കൊല്ലപ്പെട്ടവരെല്ലാം, യം യാതൊരുവനെ, നിരീക്ഷ്യ കണ്ടിട്ട്, സരൂപം സാരൂപ്യത്തെ, ഗതാഹ പ്രാപിച്ചവരാകുന്നു. ലളിതഗതിവിലാസവൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരമാന കൃതമനുകൃതവത്യ ഉന്മദാന്ധ പ്രകൃതിമകൻ കില യസ്യ ഗോപവധ്വ. ലളിതഗതി വിലാസ വൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാന, ചന്തം ചേർന്ന നടത്തം, ലളിതഗതി, ശൃംഗാരചേഷ്ട, വിലാസം, മധുരപുഞ്ചിരി, വൽഗുഹാസം, പ്രേമ നിർഭരമായ കടാക്ഷവീക്ഷണം, പ്രണയ നിരീക്ഷണം, ഇവയാൽ കൽപ്പിതമായ ബഹുമതിയോടുകൂടിയവരും, ഉന്മദാന്ധ വർദ്ധിച്ച പ്രേമാവേശത്താൽ വിവശകളും, കൃതം ഭഗവാൻ ചെയ്തിട്ടുള്ളതിനെ, അനുകൃതവത്യ അനുകരിച്ചുകൊണ്ട് ഓരോന്ന് ചെയ്തിരുന്നവരുമായ, ഗോപവധ്വ ഗോപവധുക്കളിൽ, ഗോപയുവതികളിൽ, ഗോപ സ്ത്രീകൾ, യസ്യ യാതൊരുവന്റെ, പ്രകൃതിം സ്വരൂപത്തെ, അഗൻ കില പ്രാപിച്ചു അത്രേ.
ഭഗവാനെ കണ്ടുകൊണ്ട് ക്ഷത്രിയ ധർമ്മപ്രകാരം യുദ്ധം ചെയ്ത് വീരഗതി പ്രാപിച്ചവർക്ക് മാത്രമല്ല സാരൂപ്യ മുക്തി കൈവന്നിട്ടുള്ളൂ. തീർച്ചയായും വീരചരമം പ്രാപിച്ചവർക്ക് സാരൂപ്യമുക്തി കൈവന്നിട്ടുണ്ട്. ഭഗവാനെ കണ്ടുകൊണ്ട് അങ്ങനെ വീരമൃത്യു വരിച്ചതുകൊണ്ട്. രാസലീലകളിൽ പ്രേമാവശ്യത്താൽ കൈമേയ് മറന്ന് ഭഗവത്കൃതങ്ങളെ അനുകരിച്ച് വിഹരിച്ചിരുന്ന ഗോപസ്ത്രീകൾ, അവർക്കും സാരൂപ്യ മുക്തി കൈവന്നു. ഏത് രൂപത്തിലായാലും ഈശ്വരനിൽ ആത്യന്തിക മനോനിവേശമുണ്ടായാൽ സൽഗതി ഉണ്ടാകുന്നു. യുദ്ധത്തിൽ മരിച്ചവർക്ക് ഈശ്വരാർപ്പിതമായ വീരഭാവം കൊണ്ടും ഗോകുലനാരികൾക്ക് ശൃംഗാരഭാവം കൊണ്ടും മുക്തി സിദ്ധിച്ചത് ഇവിടെ ഭീഷ്മർ തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ട് പറഞ്ഞതാണെന്ന് വേണം അനുമാനിക്കാൻ. മുനിഗണ നൃപവര്യ സങ്കുലേന്ദ സദസി യുധിഷ്ഠിരരാജസൂയേഷം അരിഹണമുപേത ഈക്ഷണീയോ മമ ദൃശി ഗോചര ഏഷ ആവിരാത്മാ. യുധിഷ്ഠിരരാജസൂയേ, യുധിഷ്ഠിരന്റെ രാജസൂയത്തിൽ യാഗത്തിൽ. മുനിഗണ നൃപവര്യ സങ്കുലേ, ഋഷിവര്യന്മാരും രാജപ്രമുഖരും തിങ്ങി നിറഞ്ഞ അന്തസദസി സഭാമധ്യത്തിൽ ഈക്ഷണീയ ദർശനീയനായിരുന്ന് യേഷാം ഇവരുടെ അർഹണം പൂജയെ ഉപപേത സ്വീകരിച്ചു. ആത്മാ ആ ആത്മസ്വരൂപൻ ഏഷ ഇതാ മമ ദൃഷ്ടിഗോചര എന്റെ കണ്ണിന് വിഷയീഭവിച്ചുകൊണ്ട് ആവി പ്രത്യക്ഷനായിരിക്കുന്നു. തമിമം അഹമജം ശരീരഭാജം ഹൃദി ഹൃദി ദൃഷ്ടിതമാത്മകൽപിതാനം പ്രതിദൃശമിവ നൈകഥാർഗമേകം സമധിഗതോസ്മി വിധൂത ഭേദമോഹ. ആത്മകൽപിതാനം തന്നാൽ ഉണ്ടാക്കപ്പെട്ട ശരീരഭാജ ശരീരികളുടെ ജീവികളുടെ ഹൃദി ഹൃദി ഹൃദയം തോറും ധിഷ്ഠിതം അധിഷ്ഠാനം ചെയ്തിരിക്കുന്നവനും അന്തര്യാമിയായ ഭഗവാൻ അജം ജന്മരഹിതനും ഏകം ഒന്നു തന്നെ. എങ്കിലും പ്രതിദൃശം ഓരോ നേത്രത്തിനും നൈകഥ ഉപാധിഭേദത്താൽ നാനാരൂപത്തിൽ പ്രതിഭാസിക്കുന്നവനുമായ അർക്കം ഇവ സൂര്യനെ പോലെ ഇരിക്കുന്നവനുമായ തം അങ്ങനെയുള്ള ഇമം ഈ ശ്രീകൃഷ്ണമൂർത്തിയെ വിധൂത ഭേദമോഹ ഭേദവിഭ്രാന്തി അകന്നിരിക്കുന്ന അഹം ഞാൻ സമാധിഗത അസ്മി പൂർണ്ണമായി പ്രാപിച്ചിരിക്കുന്നു. ഇവിടെ ഭീഷ്മരുടെ സ്തുതി അവസാനിക്കുന്നു. തുടർന്ന് സൂതൻ കഥാവിശേഷം വിവരിക്കുന്നു. സൂത ഉവാച കൃഷ്ണ ഏവം ഭഗവതി മനോവാഗ്ദൃഷ്ടിവൃത്തിഭി ആത്മന്യാത്മാനമാവേശ്യ സ്വന്തശ്വാസ ഉപാരമത്. ഏവം ഇപ്രകാരം സ അദ്ദേഹം മനോവാഗ് ദൃഷ്ടിവൃത്തിഭി മനസ്സ് വാക്ക് ദൃഷ്ടി എന്നിവയുടെ വ്യാപാരങ്ങളോട് കൂടി ആത്മനി പരമാത്മാവും ഭഗവതി സർവൈശ്വര്യപൂർണനുമായ കൃഷ്ണേ ശ്രീകൃഷ്ണനിൽ ആത്മാനം ആത്മാവിനെ ആവേശ്യ ചേർത്ത് വെച്ചിട്ട് അനുശ്വാസം ഉള്ളിലൊതുങ്ങിയ ശ്വാസത്തോടുകൂടിയവനായി ഉപാരമത് സമാധി അടഞ്ഞു. സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബഭൂസ്തേ തൂഷ്ണിം വയാംസീവ ദിനാത്യേ. തേ സർവേ അവരെല്ലാവരും ഭീഷ്മരെ നിഷ്കളേ നിർഗുണമായ ബ്രഹ്മണി ബ്രഹ്മത്തിൽ സമ്പദ്യമാനം ലയിച്ചവനായി ആജ്ഞായ അറിഞ്ഞിട്ട് ദിനാത്യയെ
പകലവസാനിക്കുമ്പോൾ വയാംസി പറവകൾ ഇവ എന്നതുപോലെ തൂഷ്ണിം നിശബ്ദമായി ബഭൂവു നിലകൊണ്ടു. ആർക്കും ഒന്നും പറയാൻ സാധിക്കാതെ അവരെല്ലാം നിശബ്ദരായി നിന്നു. തത്ര ദുന്ദുഭയോ നേതുർദേവമാനവാദിത ശശംസോ സാധവോ രാജ്ഞാം ഖാത്പേദോ പുഷ്പവൃഷ്ടയ. തത്ര അപ്പോൾ ദേവമാനവവാദിതാഹ ദേവകളാലും മനുഷ്യരാലും മുഴക്കപ്പെട്ട ദുന്ദുഭയ പെരുമ്പറ വാദ്യങ്ങൾ നേതു മുഴങ്ങി. രാജ്ഞാം രാജാക്കന്മാരുടെ കൂട്ടത്തിൽ സാധവ നല്ലവരായവർ ശശംസു പുകഴ്ത്തി. ഖാത് ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടയ പെയ്തു പൂമഴകൾ വീണു. തസ്യ നിർഹരണാദീനി സംവരേതസ്യ ഭാർഗവ യുധിഷ്ഠിരകാരയിത്വാ മുഹൂർത്തം ദുഃഖിതോഭവത്. ഭാർഗവ, ഹേ ശൗനക മുനെ, സംവരേതസ്യ പരലോക പ്രാപ്തനായ തസ്യ ആ ഭീഷ്മരുടെ നിർഹരണാദീനി സംസ്കാരാദികളെ യുധിഷ്ഠിര ധർമ്മപുത്രർ കാരയിത്വാ ചെയ്യിച്ച് മുഹൂർത്തം അല്പനേരത്തേക്ക് ദുഃഖിതനായി ഭവിച്ചു. തുഷ്ടോർമുനിയോ ഹൃഷ്ടാ കൃഷ്ണം തദ്ഗുഹ്യനാമഭി തതസ്തേ കൃഷ്ണഹൃദയാ സ്വാശ്രമാൻ പ്രയയു പുനാ. ഹൃഷ്ട സന്തുഷ്ടരായ മുനിമാർ കൃഷ്ണം ശ്രീകൃഷ്ണനെ തദ്ഗുഹ്യനാമഭി അവിടത്തെ രഹസ്യ നാമങ്ങൾ കൊണ്ട് തുഷ്ടുവു സ്തുതിച്ചു. പുനഃ തേ പിന്നെ അവർ കൃഷ്ണഹൃദയാഹ കൃഷ്ണൻ മാത്രമാവുന്ന ഹൃദയത്തോടു കൂടിയവരായി മറ്റൊന്നും ആലോചിക്കാതെ ഭഗവാനെ തന്നെ വിചാരിച്ചുകൊണ്ട് തഥ അവിടെ നിന്ന് സ്വാശ്രമാൻ സ്വന്തം ആശ്രമങ്ങളിലേക്ക് പ്രയയു തിരിച്ചു. തതോ യുധിഷ്ഠിരോ ഗത്വാ സഹ കൃഷ്ണോ ഗജാഹ്വയം പിതരം സാന്ത്വയാമാസ ഗാന്ധാരിം ച തപസ്വിനിം. തതഃ അതിൽ പിന്നെ യുധിഷ്ഠിര ധർമ്മപുത്രർ സഹ കൃഷ്ണനോടുകൂടി ഗജാഹ്വയം ഹസ്തിനപുരത്തിലേക്ക് ഗത്വാ ചെന്നിട്ട് പിതരം പിതാവിനെയും തപസ്വിനിം സന്തപിച്ചുകൊണ്ടിരിക്കുന്ന ഗാന്ധാരിയെയും സാന്ത്വയാമാസ സമാധാനിപ്പിച്ചു. പിത്രാ ജാനവതോ രാജാ വാസുദേവാനുമോദിത ചകാര രാജ്യം ധർമ്മേണ പിതൃ പൈതാമഹം വിഭു പ്രഭവമുള്ള രാജാഹ യുധിഷ്ഠിര രാജാവ്. പിത്രാ പിതാവിനാൽ അനുവദിക്കപ്പെട്ടവനായും വസുദേവാനുമോദിത ശ്രീകൃഷ്ണനാൽ അനുമോദിക്കപ്പെട്ടവനായും തീർന്ന് പിതൃ പൈതാമഹം വംശ പരമ്പരാഗതമായ രാജ്യത്തെ ധർമ്മേണ മുറപ്രകാരം ചകാര കൊണ്ടു നടത്തി. സ്വജനവധം ചെയ്ത കാരണം പശ്ചാത്താപഭരിതനായിത്തീർന്ന യുധിഷ്ഠിരന് ഭഗവാൻ ഭീഷ്മരെ കൊണ്ട് ധർമ്മ തത്വോപദേശം ചെയ്യിച്ചു. യുധിഷ്ഠിരനാകട്ടെ മനസ്സ് തെളിഞ്ഞ് രാജ്യഭാരം കൈയേറ്റു. ഇതാണ് ഈ അധ്യായത്തിലെ വിഷയം. എങ്കിലും ഭീഷ്മ മാഹാത്മ്യമാണ് മുന്നിട്ട് നിൽക്കുന്നത്. വീരക്ഷത്രിയനായ ഭീഷ്മർ സ്വധർമാചരണം കൊണ്ട് ഭഗവത് ആരാധനം ചെയ്ത് ഉഗ്രവ്രതനായി വർത്തിച്ചു. മഹാജ്ഞാനിയുമായിരുന്നു. ഭഗവാൻ തന്നെ എതിരായി നിന്നപ്പോഴും സ്വന്തം നിലപാടിൽ നിന്ന് ഒട്ടും വ്യതിചലിച്ചില്ല. ഇതിൽ ഭഗവാൻ തികച്ചും പ്രസാദിച്ചു. അതുകൊണ്ടാണ് സ്വച്ഛന്ദമൃത്യുവായ ആ മഹാത്മാവ് ഭഗവത് സന്നിധിയിൽ ഭക്തന്മാരുടെ മധ്യത്തിൽ
ഭഗവത് ധർമ്മങ്ങളെ വിസ്തരിച്ചുകൊണ്ടും ഭഗവാനിൽ തന്നെ ദത്ത മനോവാക് ദൃഷ്ടിയായും ഇരുന്ന് ഭഗവത് സായുജ്യം പ്രാപിച്ചത്. അങ്ങനെയുള്ള ഭീഷ്മരെ അനുഗ്രഹിച്ച ശ്രീ ഗുരുവായൂരപ്പൻ നമ്മുടെ എല്ലാം ഐശ്വര്യത്തിനായും അനുഗ്രഹത്തിനായും തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൻ്റെ വിസ്താരം ഇവിടെ ഉപസംഹരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.